ദേ വിഷു ഇങ്ങ് അടുത്തു. നാളെയാണ് വിഷു. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. അപ്പൊ വിഷുവിന് പ്രത്യേകിച്ച് വേണ്ട ഒരു സാധനമാണ് കണിക്കൊന്ന. അപ്പൊ നമുക്ക് ഇന്നൊരു കണിക്കൊന്ന ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു കളർ പേപ്പർ എടുക്കുക. അതിൽ നമ്മൾ എന്താണ് ഫ്ലവർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു സർക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സർക്കിൾ ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ഒരു ഏരോ പോലെ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ ഫ്ലവർ ഒക്കെ കിട്ടും. ഇനി നമുക്ക് ഓരോ ഫ്ലവറിന്റെ ഇതളുകൾ നമുക്കൊന്ന് ഒരു പെൻസിൽ വെച്ചോ അതേപോലെ ഒരു ഈർക്കിൽ വെച്ചോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക. അതൊന്ന് ഇതേപോലെ മടക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് സർക്കിൾ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്നും കൂടെ ഒരു 2 തവണ പെറ്റൽസിന്റെ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടിഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പോൾ ഇതേപോലെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ കിട്ടും. ഇനി അതിന്റെ ഒരു ഇതളൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് അതിന്റെ ഉള്ളിൽ ഗ്ലൂ തേക്കുക. എന്നിട്ട് ഫ്ലവർ ഒക്കെ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ കണിക്കൊന്ന ഫ്ലവർ റെഡി. ഇനി ഇതേപോലത്തെ ഒരു കമ്പി എടുക്കുക. ഇനി ഇതേപോലത്തെ ഗ്രീൻ ടാപ്പ് എടുക്കുക. എന്നിട്ട് അത് ചുറ്റി കൊടുത്തെടുക്കുക. അങ്ങനെ ഞാനൊരു 2 എണ്ണം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മുട്ടിന് വേണം. അതേപോലെ വിരിയാനായിട്ടുള്ള ഫ്ലവറിനൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ചുരുട്ടി ഇതാക്കിയിട്ട് വേറെ ഒന്നും കൂടി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ പച്ച വയറിൽ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ ടാപ്പ് കൊണ്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് 2 കളറിൽ മുട്ടുകൾ വേണം. ഗ്രീനും യെല്ലോ കളറും. അപ്പോൾ നമ്മുടെ മുട്ടുകൾ ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഞാൻ കളർ ചെയ്തിട്ടില്ല. കുറച്ചായിട്ട് കളർ ചെയ്യാം. വേറെ ഒരു വയർ ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു വയറിൽ ഇതേപോലെ വെള്ള ടാപ്പും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രീൻ വയർ എടുക്കുക. അതിന്മേൽ ഗ്ലൂ തേക്കുക. പിന്നെ ഈ വൈറ്റ് വയർ എടുത്തിട്ട് അതിന്മേൽ 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ചുരുട്ടിയിട്ട് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെ മുകൾ ഭാഗത്തൊന്ന് ഗ്ലൂ തേച്ചിട്ട് ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിന് ഒരു പൂമ്പൊടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടുകളും മഞ്ഞും ഗ്രീനും ഒക്കെ ഇതേപോലെ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവറും ഇതൊക്കെ വെച്ചിട്ട് ചുറ്റി കൊടുത്തെടുക്കാം. വിഷു ആയിട്ട് കണിക്കൊന്ന വീട്ടിലുള്ളവർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണിക്കൊന്ന കിട്ടാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കളർ പേപ്പറൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിഷു ആയിട്ട് കണിക്കൊന്ന കിട്ടുന്നവരാണെങ്കിൽ ഓക്കെ. കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ എവിടുന്നേലൊക്കെ തപ്പിപ്പിടിച്ച് കിട്ടാവുന്നത് നോക്കുക. ഇത് ഉണ്ടാക്കാനിരിക്കണക്കാട്ടിയും നല്ലത് വാങ്ങിക്കണതാണ് നല്ലത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.